എല്ലാം സഹിച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂലിന് ഓർഡർ വരുന്നത്, നബിയെ അങ്ങ് യസ്രിബിലേക്ക് യാത്ര തിരിക്കണം. അങ്ങനെ നബി തങ്ങൾ യാത്ര പോകുന്നു. കൂടെ വിശ്വസിച്ച അനുയായികളുമുണ്ട്, യാത്ര പോകുന്നുണ്ട്. പക്ഷേ മദീനയിലേക്ക് അവരെത്തിയിട്ടും വീണ്ടും യാതനകളാണ്. ഈ മക്കാ മുശ്രിക്കുകൾ കച്ചവടത്തിനായി കടന്നു വരും, അവരെ കൊള്ളയടിക്കും, അവരെ പിടിച്ചു പറിക്കും, അവരെ ആക്രമിക്കുന്നു. അങ്ങനെ അവര് നബി തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഒന്നുമില്ലാതെ കടന്നു വന്നവരാ. ദീനുൽ ഇസ്ലാമിന്റെ ഉന്നമനത്തിന് വേണ്ടി, അതിന്റെ പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ മക്കയിൽ നിന്നുമെല്ലാം ഇട്ടെറിഞ്ഞു നിങ്ങളോടൊത്ത് മദീനയിലേക്ക് കടന്നു വന്നു. പക്ഷേ ഈ മദീനയിലും ഞങ്ങൾക്കൊരു സ്വൈര്യവുമില്ല, ഞങ്ങൾക്കൊരു സ്വസ്ഥതയുമില്ല. ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചക്രമിക്കട്ടെ എന്നാണ് നബിയോട് ചോദിച്ചത്. ഇങ്ങോട്ട് ആക്രമിക്കുന്നവരെ തിരിച്ചും അങ്ങോട്ട് ആക്രമിക്കട്ടെ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, അരുത് സഹാബാ, ഞാനിങ്ങനെ ഒരു സമൂഹത്തെ കാണുന്നുണ്ട്, ഒരു പ്രവാചകന്റെ സമൂഹത്തെ എനിക്ക് മുമ്പിൽ ഇങ്ങനെ കാണിക്കപ്പെടുന്നുണ്ട്. അവരുടെ സ്വഭാവം എന്തെന്നറിയോ? അവരെ പച്ചയായി ഈർച്ചവാൾ കൊണ്ട് കീറപ്പെടുമ്പോഴും അള്ളാഹുവിന്റെ ഇലാഹിയത്തിൽ അവർ വിശ്വസിക്കുന്നു, അവർ ക്ഷമിക്കുന്നു. സഹാബാ, അതുകൊണ്ട് അള്ളാഹുവിങ്കിൽ നിന്നൊരു ഓർഡർ ലഭിക്കാതെ നിങ്ങൾ യുദ്ധത്തിനിറങ്ങരുത്, സംഘട്ടനത്തിനിറങ്ങരുത് എന്ന് നേതാവ് തന്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കുന്നു. ഈ ഹബീബിനെയാണ്, ഈ പ്രവാചകനെയാണ് യുദ്ധത്തിന്റെ ഭീകരർ എന്ന് പറഞ്ഞ് മുദ്ര കുത്തുന്നു.